ചങ്കള ചീനിക്ക സോളിഡേഴ്സ് ഇവരുടെ തലയൂർന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല, മാരക ലുക്കാണ്. വെഗ ബോഡിയിലാണ് വണ്ടി പണിഞ്ഞേക്കുന്നത്. വെഗ ബോഡിയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രൈവറ്റ് ബസ് കാണുന്നത്. അപ്പോൾ നമുക്ക് ചീനിക്കാസ് എന്ന് പറഞ്ഞ പേരിലോട്ട് കിടക്കാം. ചീനിക്കാസ് എന്ന് പറഞ്ഞ പേര് ഉണ്ടായത് ചീനിക്ക എന്ന് പറഞ്ഞ ചീനിക്കാസിൻ്റെ മുതലാളിയുടെ തറവാട് പേരായിരുന്നു. അതിനെ ചീനിക്കാസ് എന്നാക്കിയതാണ്. പിന്നെ ചീനിക്കാസിന് ഏകദേശം 80-100 ഇടയ്ക്ക് വണ്ടികൾ അവരുടെ പേരിൽ ഓടുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഉള്ളത് ചീനിക്കാസാണ്. ഇവരുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത് കുമ്പിടിയിലാണ്. ഇവർക്ക് പ്രൈവറ്റ് ബസ് സർവീസ് കൂടാഞ്ഞിട്ട് ഇവർക്കൊരു ഓട്ടോക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഉടമസ്ഥനാണ് ആൽബിൻ ചേട്ടൻ. ആൽബിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ആളെ ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ആളൊരു മാരക മനുഷ്യനാണ്. അപ്പോൾ ഞാൻ എപ്പോൾ നമ്മുടെ ചാലക്കുടി സ്റ്റാൻഡിൽ വന്നാലും നമുക്ക് ചീനിക്കാസിൻ്റെ ഒരു വണ്ടി കാണാം. ചങ്കൾ ഇന്ന് ഡ്രൈവറായിട്ടുള്ള ഡിനൂബേട്ടനാണ് കേട്ടോ. ആൾ നമ്മുടെ ഒരു ചങ്കാണ്. അപ്പോൾ ആൾ വണ്ടിയും കാര്യങ്ങളൊക്കെ തുടക്കുകയായിരുന്നു. വണ്ടിയിൽ ഓട്ടം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതേ വണ്ടിപ്രാന്തനായ ഗൗതം ചേട്ടനുണ്ട്, നമ്മുടെ കണ്ടക്ടറായ ഷാരോൺ ചേട്ടനുണ്ട്. ഷാരോൺ ചേട്ടൻ പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വണ്ടി സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ കുറേ നേരം ഇവരായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഡിനൂബേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഏകദേശം 4-5 വർഷമായി ഈ ചീനിക്കാസിൽ തന്നെയാണ്. എനിക്ക് ഓർമ്മ വെച്ചുള്ള കാലം തൊട്ട് ആൾ ഈ ചീനിക്കാസിലെ ഡ്രൈവറായാണ്. ഷാരോൺ ചേട്ടനെ ഞാനിപ്പോഴാണ് കമ്പനി ആയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു.